ജീവിതത്തിൽ സന്തോഷം മറ്റൊരാൾ തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കാതിരിക്കുക. സന്തോഷം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരട്ടെ. ജീവിതത്തിൽ എന്ത് നേടണം എന്നുള്ളത് നമ്മുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ സ്വയം അറിയുക, നമ്മുടെ ഇഷ്ടങ്ങൾ അറിയുക, നമുക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ച് അറിയുക. എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം എന്നുള്ളത് കാണുക. അപ്പൊ നമുക്ക് നമ്മുടെ ഹോബീസ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുണ്ടാവും, പാട്ട് കേൾക്കാനായിരിക്കും, ചിലപ്പം പാട്ട് പാടാനായിരിക്കും, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതാവും. അപ്പൊ അതിൽ എന്താണ് നമ്മുടെ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൂടുതൽ സന്തോഷം അതിൽ തരുന്നതെന്ന് കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ നമുക്ക് അത്ര സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാത്തിനും നമുക്ക് മറ്റുള്ളവരോട് കൈ നീട്ടുക എന്നതൊരു നല്ല കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതിഫലം കിട്ടുന്ന എന്തൊക്കെ ജോലി നമുക്കിപ്പോൾ ഇന്ന് സാധ്യതകളുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ചെറിയ വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് കൂടുതൽ സന്തോഷം. നമ്മുടെ കയ്യിൽ ആ കുറച്ച് വരുമാനം വരിക, അല്ലെങ്കിൽ ഒരു തുക നമ്മുടെ കയ്യിൽ സ്വന്തം നമ്മുടെ വരുമാനമായി വരിക എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം. പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങാൻ സാധിക്കുക, ഓരോന്ന് നമുക്ക് നേടാൻ സാധിക്കുക. ഇതൊക്കെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി അത് എങ്ങനെ അത് സാധ്യമാക്കാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കഴിവുകൾ കണ്ടെത്തുക. എന്ത് ചെയ്താൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അറിയാം, നമുക്ക് ഇന്ന് എത്ര വരുമാനം ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒപ്പം എന്തൊക്കെ ചെയ്താൽ, അപ്പൊ അത് ആലോചിക്കുക. നമുക്ക് നമ്മുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തുക. ഏത് കഴിവ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഓരോ കഴിവുകൾ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിത്രം വരച്ച് നൽകാം. അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തെല്ലാം ചെയ്താൽ നമുക്ക് ഒരു വരുമാനമായി കിട്ടും എന്നതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷമായി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ആരുമില്ലാത്തവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ അല്പം നേരം നമ്മുടെ സമയം കണ്ടെത്തി അതും നമുക്ക് ചിലപ്പം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആരുടെയെങ്കിലൊക്കെ ഒരു മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു സഹായി ആവുക. അതുപോലെ യാത്രകൾ ചെയ്യുക. യാത്രകൾ നമ്മുടെ സന്തോഷവാന്മാരാക്കുന്നു. അപ്പൊ നല്ല നല്ല യാത്രകൾ നമ്മൾ കുടുംബം ഒന്നിച്ചു ചെയ്യുക. അത് എവിടെയാന്ന് തെരഞ്ഞെടുത്ത് ദൂരസ്ഥലങ്ങളിൽ പോവാം, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ പോവാം. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതുപോലെ കുടുംബാംഗങ്ങളുമായി ഒന്നിച്ചിരിക്കുക, നല്ല ഭക്ഷണം പാകം ചെയ്യുക, ഒരുമിച്ച് കഴിക്കുക, ഇരുന്ന് വർത്തമാനം പറയുക. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഇതും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.